ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്തെങ്കിൽ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിലൊരു ഓൺ ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ യാതൊരു തരത്തിലൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെന്നൊരു ടൈം എന്ന് വെച്ചാൽ ഇയാൾ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി തകർന്ന് വല്ലാത്തൊരു ലോ എനർജിയിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്നത്. നിങ്ങൾ അയാൾക്കൊരു ബാക്ക് ബോണായിട്ട് കൂടെ നിൽക്കുക, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇയാൾക്ക് പാസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളെ കാണുന്നതിന് മുന്നേ തന്നെ ഇയാൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ട്രബിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അത് ഓരോരുത്തർ സിറ്റുവേഷൻ വെച്ചെടുക്കുക. ആ ഒരു പേഴ്സൻ്റെ അതായത് നിങ്ങളെ കാണുമ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അയാളാണെങ്കിൽ അയാളുടെ പാസ്റ്റ് ലൈഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാസ്റ്റിൽ ഒരുപാട് തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഓർത്തും അതിനെപ്പറ്റി വിഷമിച്ചൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൺ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ട്രബിൾസ് മാത്രമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അയാൾക്ക് അതേപോലെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വൂണ്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അതായത് ജീവിതത്തിൽ യാതൊരു തരത്തിലൊരു ഹോപ്പും കാര്യങ്ങളും അയാൾക്കില്ലായിരുന്നു. ജീവിതം തന്നെ നശിച്ചു പോയ ആ ഒരു അവസരത്തിലാണ് നിങ്ങളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ എല്ലാ തരത്തിലും ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് നല്ല രീതിയിലുള്ള എല്ലാ തരത്തിലും അയാൾക്ക് ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അയാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ തമ്മിൽ അയാൾ ഇത്രയും ട്രബിളൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് റിലേഷൻഷിപ്പിലോട്ട് വരാനും വലിയ താല്പര്യമില്ല. അതായത് എന്തുണ്ടെങ്കിലും അയാൾക്ക് നെഗറ്റീവായിട്ടാണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു സംശയം കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൗട്ട് അടിച്ചിട്ടൊക്കെ തന്നെയായിരുന്നിരിക്കും ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പതുക്കെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ കൂടി, അതായത് അയാൾ അയാൾക്ക് ഒരുപാട് ട്രബിൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ശരിക്കും പറഞ്ഞാൽ ലോ വൈബ്രേഷനിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് ഒട്ടും ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം അയാൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും നല്ലൊരു രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അയാളുടെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ അയാളുടെ ജീവിതത്തിൽ കൊച്ചിലെ ഒരുപാട് കാര്യങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് ഒരുപാട് ട്രബിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം ട്രബിൾ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ചെന്നപ്പോൾ അയാൾക്ക് അയാളുടെ അതായത് ചെറുപ്പകാലം തിരിച്ച് കിട്ടിയ ഒരു ഫീലായിരുന്നു. നിങ്ങൾ അയാളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ അയാൾ പോവുകയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കൊച്ചിലെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെങ്കിലും മരിച്ചു പോവോ, അതല്ലെങ്കിൽ അയാളിൽ നിന്ന് അകന്നു പോവോ, എന്തെങ്കിലും തരത്തിലൊക്കെ വേറെ സ്ഥലത്തോട്ട് പോവോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു കൊച്ചിലത്തെ ആ ഒരു സ്കൂൾ ടൈമിലൊക്കെ അപ്പോൾ അവരെയൊക്കെ ചിലപ്പോൾ അയാൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരായിരിക്കും അയാൾക്ക് കൂടുതൽ കെയറും സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളെ കണ്ടതിന് ശേഷം അയാൾക്ക് വീണ്ടും ഓർമ്മ വരികയും അയാൾ ചെറുപ്പത്തിലോട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അയാൾക്ക് അത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് അയാളുടെ ആ ഒരു എന്താ പറയുക, അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോ കാര്യങ്ങളും നിങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ അയാൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് തോന്നിയിരിക്കുന്നു. പിന്നെ അയാളുടെ ചൈൽഡ്ഹുഡിലുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ അയാൾ ഓർക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് ഒരുപാട് നല്ല രീതിയിലൊരു പോസിറ്റീവ് ചേഞ്ചസ് ആണ്. പിന്നെ അയാൾ നിങ്ങളുമായിട്ട് കൂടുതൽ ടൈമിൽ അയാൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും നിങ്ങൾ അയാളുടെ കൂടെ വേണമെന്നും കൂടുതൽ സമയം ചിലപ്പോൾ നിങ്ങളുമായിട്ട് കണക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡെയിലി കാണുമായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു തരത്തിലോട്ടുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് ഒക്കെ പോയിട്ടുണ്ട്. അയാൾ അത്രയ്ക്ക് കണക്ഷൻ ആയത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ തന്നെ അയാൾക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ ഫിനാൻസായൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സോ അയാൾക്ക് ജോലിയോ അങ്ങനത്തെ ഉള്ള തരത്തിലൊക്കെ അയാൾക്ക് കുറേയൊക്കെ അയാളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ലൈഫിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് അയാൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെന്നതിന് ശേഷം. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് നല്ലപോലെ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര നിങ്ങൾ നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാം വളരെ പ്യുവറായിട്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയൊക്കെയോ കൊണ്ട് നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയൊക്കെയോ ഡാർക്ക്നെസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാമൊക്കെ പ്രോപ്പറായിട്ട് നടന്നെങ്കിലും നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്, ഫിനാൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് എന്താണ് എന്നൊന്നും ആദ്യമൊന്നും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ മണക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന്. പക്ഷെ ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട് സർക്കിളിലോ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു പേഴ്സണെ നല്ലതുപോലെ അറിയാം. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് വളരെ പ്യുവറായിട്ടൊക്കെ തന്നെയായിരിക്കും നിന്നത്, നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു ഭയങ്കര അതായത് നമ്മൾ പറയുന്ന പോലെ അയാൾ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരാളാണ്. അതായത് ആൾക്കാരും ആരെ വേണമെങ്കിലും അയാളുടെ കൺട്രോളിൽ കൊണ്ടുവരും, ആർക്ക് വേണമെങ്കിലും അയാളോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കണക്ഷൻ നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഡിസ്റ്റൻസിലൊക്കെ ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാവുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ചില കേസിൽ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് തന്നെ നമുക്ക് മാരേജും ഒക്കെ കാണുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും എല്ലാ തരത്തിലും ഫിനാൻസ് വൈസൊക്കെ നല്ല രീതിയിലൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു വ്യക്തിയോട് ചെറിയൊരു കണക്ഷനൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി അയാൾക്ക് കുറച്ചുകൂടെ പൈസയുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സൊസൈറ്റിയിൽ ഇച്ചിരി നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് കുറച്ചുകൂടെയൊക്കെ ഒരു ചായ്വ് തോന്നിയിട്ടുണ്ട്. മേ ബി അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് അവരിൽ ഉണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും ഒക്കെ ഓർത്ത് അയാൾ വിഷമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി മേ ബി ഒരു ക്രിയേറ്റീവ് മൈൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അയാൾ ചിലപ്പോൾ പാട്ട് പാടുമായിരിക്കാം, അല്ലെങ്കിൽ നല്ലപോലെ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ ക്രിയേറ്റീവ് നല്ല രീതിയിൽ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മേ ബി ഒരു ഇതൊക്കെയുള്ളൊരു പേഴ്സൺ ആണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ശരിക്കും ഭയങ്കര ലൈഫിനെയൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ കണ്ട് അയാളുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളും ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഓർത്ത് ഇപ്പോൾ അയാൾ ശരിക്കും വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം ഓർത്ത്. പക്ഷേ അയാൾ ഇപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തേനെക്കാട്ടിയൊക്കെ നല്ലൊരു പവറിലും ഇതൊക്കെയാണ് അയാൾ നിൽക്കുന്നത്. എങ്കിൽ കൂടെയും അയാൾക്കുള്ളിൽ വളരെയധികം വിഷമവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഹീൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ്, അതായത് ഈ ഒരു പ്രോബ്ലം വന്നതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഹീൽഡായി, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ അടുത്ത് എന്താണോ ആ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ളത് അത് തിരിച്ച് അയാളിലേക്ക് തന്നെ ചെല്ലുമെന്ന് നിങ്ങൾക്കറിയാം. അതേപോലത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങൾ മേ ബി ഒരു യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ആരെന്ത് നെഗറ്റീവ് ചെയ്താലും ആ ഒരു നെഗറ്റീവ് അവർക്ക് തിരിച്ചു ചെല്ലുകയും അതുപോലെ തന്നെ നിങ്ങളോട് എന്ത് നല്ലത്
കാണിച്ചാലും ആ ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യുന്നത്. അതേപോലത്തെ ഒരു ഭയങ്കര ഒരു നല്ലൊരു പവർഫുൾ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അനുഭവിക്കും. അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്തതിന് നിങ്ങൾ ശപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ഇത് അയാൾക്കും കിട്ടുമെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ നിങ്ങൾ കുറേ കൂടെയൊക്കെ ബോൾഡും സ്ട്രോങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അയാളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളോട് കാണിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അയാൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് വിഷമങ്ങളിൽ കൂടെയാണ് പോകുന്നത്. കൂടെ നിന്ന് ആൾക്കാരൊക്കെ അയാളെ വഞ്ചിക്കുക, അതല്ലെങ്കിൽ ഒരു തരത്തിൽ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ അതുപോലെ തന്നെ അയാൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലും ഒക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ പറയുവാണെങ്കിൽ ഫിനാൻഷ്യലി അയാൾ ഒരുപാട് ഹൈ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തേക്കാട്ടിയൊക്കെ നല്ല ചേഞ്ചസും അല്ലെങ്കിൽ അയാൾക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫിനാൻസ് കാര്യത്തിലുണ്ട്. അയാൾ അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ എങ്കിലും അയാൾക്ക് എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും അയാൾക്ക് എന്തൊക്കെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഉണ്ടെങ്കിലും അയാൾക്ക് അതിനോടൊന്നും ഇപ്പോൾ അതൊന്നും അല്ല അയാൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ വേണ്ട. അയാൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളെ ഓർത്താണ് അയാൾ വിഷമിക്കുന്നത്. അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലണം. നിങ്ങളായിരുന്നു അയാളുടെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന ലൈഫിൽ അതായത് എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് നിങ്ങൾ വന്നതിന് ശേഷമാണ് അയാളുടെ ലൈഫിന് ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലോട്ടൊക്കെ വന്നത്. അപ്പോൾ അയാൾ നിങ്ങളെ ഉപേക്ഷിച്ചു വേറൊരു രീതിയിലോട്ട് പോയി. അതല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ആ ഒരു ഇതൊക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ചുറ്റുവട്ടത്തും എന്തൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് അതിലോട്ടൊന്നും അയാൾക്കിപ്പോൾ ശ്രദ്ധ പോകുന്നില്ല. അയാളിപ്പോൾ നിങ്ങളുടെ മെമ്മറീസിൽ മാത്രം നിങ്ങളിലോട്ട് വരണം, നിങ്ങളെ കണക്റ്റ് ചെയ്യണം എന്നൊക്കെ തന്നെ നിങ്ങളിലേക്ക് തന്നെ നോക്കി നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ പാസ്റ്റ് ലൈഫിനെ ഓർത്താണ് അയാളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചു. അയാളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും ഒക്കെ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വില മനസ്സിലായിട്ടുണ്ട്. നിങ്ങളോട് വരണമെന്ന് ഒരുപാട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മെമ്മറിയിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.